വീട് ആക്ച്വലി പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഉള്ളിലേക്ക് വരുന്നത് എൻ്റെ ആ ഒരു ലുക്ക് എന്നുള്ളത് കുറേ പേര് അതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ ആരാണ് ചെയ്തത്, ഇങ്ങനത്തെ ഡിസൈൻസ് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണോ, ഒരു കോമൺ എല്ലാവരുടെയും റിപ്ലൈ ആയിരുന്നു. ചില ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളപ്പോൾ ഞങ്ങളുടെ തന്നെ പരിചയത്തിലുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പം അവർ കംപ്ലീറ്റ് ആയിട്ടൊരു കോട്ടിന് അങ്ങോട്ട് കൊടുക്കുക ചെയ്യാം. പക്ഷേ നമ്മുടേതിൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടേത് അങ്ങനെ ഒരു മൊത്തമായിട്ട് അങ്ങനെ കൊടുക്കുന്ന പോലെ ആയിരുന്നില്ല. ഓരോ സ്റ്റേജിലും ഞങ്ങളുടെ ആവശ്യവും അതേപോലെ ഇപ്പോൾ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവൻ വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഓവറായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഞങ്ങൾക്ക് ഡിസൈൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോട്ടിയാടിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആ കോട്ടിയാടൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. സുജിത്താണ് പറഞ്ഞത് നമുക്കത് ഓരോ ഓപ്പൺ സ്പേസ് ആക്കി വിടാം. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഗ്ലാസ് ഡോർ വെച്ചു. ഞങ്ങൾക്ക് ഓപ്പൺ സ്പേസ്, ഞങ്ങൾ ഫസ്റ്റ് വീടിനകത്ത് കയറിയാൽ തന്നെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഗ്ലാസ് ഡോറാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രഷ്നസ് ഉണ്ട്. ഉള്ളിലേക്ക് തന്നെ ആയാലും നല്ല എയർ ആയാലും നല്ല കാറ്റായാലും ഒക്കെ കിട്ടുന്നുണ്ട് ഗ്ലാസ് ഡോർ തുറന്നിട്ട്. പ്ലാനിലില്ലാത്തൊരു ഏരിയ ആയിരുന്നു ആ കോട്ടിയാട്. പ്ലാൻ ഞങ്ങൾ ഫൈനലൈസായി ഏകദേശം എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തൊരു ഏരിയയാണത് കൂട്ടിയാട്. അപ്പോൾ കൂട്ടിയാട് എന്നുള്ള ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഇൻറ്റീരിയേഴ്സിനെ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കുറേ കാര്യങ്ങളിൽ ആ ഒരു പീരീഡിൽ കുറേ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു, പണി തുടങ്ങുന്നതിന് മുന്നേ ഉള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഐഡിയ കംപ്ലീറ്റ് തന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഇൻറ്റീരിയേഴ്സ് തന്നെയായിരുന്നു. ഹായ്, എൻ്റെ പേര് സുജിത്ത്. ഞാൻ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് കർണാടക, തമിഴ്നാട്, കേരള, സൗത്ത് ഇന്ത്യ മൊത്തമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു വീട് എന്നുള്ള സ്വപ്നം. അത് അവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിനും ഇപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ക്ലയൻറ്റിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ബഡ്ജറ്റ് എന്താണോ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിക്കാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കാറ്. നമ്മൾ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും ചോദിക്കും. അതിനനുസരിച്ചിട്ട് ആ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് മാക്സിമം നന്നാക്കിയിട്ട് ചെയ്ത് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറ്. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് കാണുമ്പോഴും പിന്നെ അതേപോലെ ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ വീടിൻ്റെ വീഡിയോസ് കാണും. പലതും നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴും അത് നമ്മുടെ സ്പേസിൽ പറ്റുന്നതാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിലൊക്കെയാണ് ശരിക്കും ഞങ്ങൾക്ക് സുജിത്തിൻ്റെ നെക്സ്റ്റ് ഇൻറ്റീരിയർ ഞങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ പ്ലാനിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളതിലുള്ള ആ കൺഫ്യൂഷൻസൊക്കെ തീർക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അതായത് അവൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ മാത്രമല്ല, ഞങ്ങൾക്കിത് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലോട്ട് ഈവൻ മറ്റ് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒപ്പീനിയൻസ്, ഇപ്പോൾ അവൻ കുറേ വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ അയച്ചാലാണ് നന്നാവുക എന്നുള്ളത് കുറേ സജഷൻസ് തന്നതുകൊണ്ട് ഇൻറ്റീരിയർ മാത്രമല്ല അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കി പല കാര്യങ്ങളിലും അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിലും കൂടെ നിന്നിട്ടുണ്ട്, പല സ്ഥലത്തേക്കും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഈവൻ ഫർണിച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ സെലക്ട് ചെയ്യുന്നതിൽ അവങ്ങനെ ഐഡിയാസൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മേലെ പോയിട്ടുണ്ട്. പക്ഷേ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ബഡ്ജറ്റിനേക്കാളും കുറവായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ. ഓൾറെഡി വീട് പണി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും റിലേറ്റീവ്സിൻ്റെ സർക്കിളിലുള്ളവരുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഇത് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ചോദിക്കുമായിരുന്നു ഏകദേശം നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇൻറ്റീരിയർ വർക്ക് കണ്ടിട്ടുള്ളതിലും അവർക്ക് വന്നിരിക്കുന്ന കോസ്റ്റിനേക്കാളും കുറവാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിൽ സുജിത്ത് കമ്മിറ്റ് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിതയല്ല. ഞങ്ങളത് ലാസ്റ്റിലേക്ക് എന്തായാലും സുജിത്ത് എന്തെങ്കിലും പറയും, തികയ്ക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ് എത്തുമ്പോൾ. ബിക്കോസ് കമ്പയർ ചെയ്യുമ്പോൾ ആരുടെയും അത്ര കുറവായിരുന്നില്ല. ഇത്രയും വർക്കുകൾ വരുമ്പോൾ ഞങ്ങൾ അതിൽ എന്തായാലും ഒതുങ്ങില്ല, ആ സമയത്തേക്ക് എന്തായാലും എക്സ്ട്രാ എന്തെങ്കിലും വരും എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്നുള്ളൂ, അതിലൊതുങ്ങി. ഞങ്ങൾ വിചാരിച്ച ഒരു എമൗണ്ട് തന്നെ ഒതുങ്ങി. ബിക്കോസ് ഒരു വീട് എന്ന് പറയുമ്പം അത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വീടായിരിക്കണം. മീൻസ് അത് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ നിർബന്ധം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ വാവ് എന്ന് പറയുന്നതല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരിക്കുന്ന നമ്മുടെ സ്വപ്നത്തിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കണം ഇത്.
അപ്പോൾ നമുക്കത് പറയാനും അതേപോലെ തന്നെ എടുക്കാനുമുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു സുജിത്തിൻ്റെ അടുത്ത്. ഇപ്പോൾ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാതും കണ്ടു കഴിഞ്ഞാലാണ് ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് അവൻ എഫേർട്ട് എടുത്തിട്ട് അവൻ്റെ വർക്ക് സൈറ്റിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവിടെയാണെന്നുണ്ടെങ്കിലും ഡിസൈൻസ് സെലക്ട് ചെയ്യുന്നവിടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ കൂടെ വന്നിട്ട് പല തവണ പോയിട്ടുണ്ട്. അതിനൊക്കെ അവൻ ക്ഷമ കാണിച്ചിട്ടുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും അത്രയും ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പം ക്ലയൻറ്റിൻ്റെ ഹാപ്പിനെസ്സിന് അവൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണമാണ് അവൻ ആ ഒരു പേഷ്യൻസോട് കൂടിയിട്ട് ഇതിനെല്ലാം കൂടെ നിന്നിട്ടുള്ളത്. അപ്പം അത് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് തോന്നിയിട്ടുണ്ട്. ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ തമ്മിലിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമായിരുന്നു, ഇപ്പോൾ എന്തെങ്കിലും ഇതിന് ശേഷമുള്ള ചെറിയ നമുക്ക് കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ആളായിരിക്കും എന്നുള്ളത് നമുക്ക് തുടക്കം മുതലേ അറിയാമായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്.